കേട്ടോ. അപ്പോൾ വിഷ് യു ഓൾ എ വെരി ഹാപ്പി ന്യൂ ഇയർ. പിന്നെ ഞാനിവിടെ തിരക്കിലായിരുന്നു, 2 ആഴ്ചയായിട്ട് പാരൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ഇന്നലെ പോയത്. അപ്പോൾ ഞാൻ വീണ്ടും തിരിച്ച് വീഡിയോയിലോട്ട് വന്നു. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു സിമ്പിൾ ആയിട്ടുള്ള നാടൻ രസം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാനാണ്. നമ്മളെ വീട്ടിൽ കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുണ്ടാക്കാൻ പറ്റുന്ന ഒരു നാടൻ രസം. അപ്പോൾ ഒട്ടും സമയം കളയണ്ട, നമുക്ക് വേഗം പോയി രസം ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന് നോക്കാം. ഓക്കെ. നാടൻ രസം ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ: ഒരു കൈപ്പിടി, നമ്മുടെ കയ്യിൽ ഒരു പിടി മതി, അധികം വേണ്ട. ഹോൾ മല്ലി, അതായത് മൊത്തത്തിലുള്ള മല്ലിയുടെ കുരു, ഇതാണ് നമുക്ക് വേണ്ടത്. 1/4 ടീസ്പൂൺ കുരുമുളക്, ഇതുപോലെ തന്നെ മുഴുവനായിട്ടുള്ള കുരുമുളക്. 1/4 ടീസ്പൂൺ നല്ല ജീരകം. അപ്പോൾ ജീരകത്തിന്റെ കുരുമുളകിന്റെ ഒക്കെ അളവ് നിങ്ങൾക്ക് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം. 2 അല്ലി വെളുത്തുള്ളി. പിന്നെ അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, മുളക് പൊടി 1/2 ടീസ്പൂൺ. ഇപ്പൊ മുളക് പൊടിയുടെ അളവും ഈ പറഞ്ഞ പോലെ തന്നെ ഇതിലത്തെ എരിവ് അനുസരിച്ച് മാറ്റങ്ങൾ വരാം. അതേപോലെ കുരുമുളക് കൂടുതൽ വേണമെങ്കിൽ കുരുമുളക് കൂടുതൽ യൂസ് ചെയ്തിട്ട് ഇത് കുറയ്ക്കാം. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യണം കേട്ടോ. ഒരു ചെറിയ കഷ്ണം വാളാമ്പുളി, അതായത് സാമ്പാറിലിടുന്ന പുളി. തക്കാളിയും അതുപോലെ തന്നെ തക്കാളിയുടെ പുളി അനുസരിച്ച് മാറ്റങ്ങൾ വരും. അപ്പോൾ അതൊക്കെ പുളിയൊക്കെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് കൂട്ടിയും കുറച്ച് ഇടണം. ഇതിപ്പോ ഞാൻ ഇവിടെ 2 ചെറിയ തക്കാളിയാണ് എടുക്കുന്നത്. ഒരു നുള്ള് കായത്തിന്റെ പൊടി, ഉപ്പ് ആവശ്യത്തിന്, നുള്ള് ഉലുവയുടെ പൊടി, ആവശ്യത്തിന് വെള്ളം. സാധാരണ എൻ്റെ അമ്മയൊന്നും ആദ്യം മല്ലിയുടെ ഇലയൊന്നും യൂസ് ചെയ്യാറില്ല. കാരണം നമ്മ പറയും തമിഴ്നാട്ടിൽ നിന്നാണ് നമ്മുടെ മല്ലിയില വന്നിട്ടുള്ളത്. പണ്ടത്തെ രസത്തിലൊന്നും മല്ലിയില ഉണ്ടായിരുന്നില്ല. പിന്നെയൊക്കെ നമ്മൾ മല്ലിയില യൂസ് ചെയ്യാൻ തുടങ്ങി. പക്ഷെ മല്ലിയില എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. മല്ലിയില ഈ രസത്തിൽ ഇട്ട് കഴിഞ്ഞാൽ ഒരു പ്രത്യേക സ്വാദും മണവും ഒക്കെ ഉണ്ട്. അപ്പൊ ഞാൻ മല്ലിയില യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ മല്ലിയില കുറച്ച്, വെളിച്ചെണ്ണ 1 മുതൽ 2 ടേബിൾ സ്പൂൺ വരെ. വെളിച്ചെണ്ണയുടെ തണുപ്പ് കാരണം നല്ല കട്ടയായിട്ടിരിക്കുകയാണ്. അതായിട്ട് ഇങ്ങനെ ഇരിക്കാൻ ആവശ്യമായത് കറിവേപ്പില, 1 തണ്ട് കറിവേപ്പില, ആവശ്യത്തിന് കടുക്, 2 വറ്റൽമുളക്. ഇപ്പൊ കറിവേപ്പില കുറച്ച് നമുക്ക് ആദ്യം രസത്തിലും ഇടണം. അപ്പോൾ കറിവേപ്പില കൂടുതൽ ഇട്ടാലും ടേസ്റ്റ് കൂടേ ഉള്ളൂ, കുറയില്ല എന്തായാലും. അപ്പൊ കറിവേപ്പിലയൊക്കെ വേഷമായിട്ട് ഇടാം, പ്രശ്നമൊന്നുമില്ല. അപ്പൊ നമുക്ക് എങ്ങനെ ഇനി രസം ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു മിക്സിയുടെ ചെറിയ ജാർ എടുക്കുക. അതിലേക്ക് ജീരകം, കുരുമുളക്, മഞ്ഞപ്പൊടി, വെളുത്തുള്ളി, മല്ലി, 2 കറിവേപ്പില, ഒന്നും മറന്നു പോയിട്ടില്ലല്ലോ, മുളക് പൊടി, ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കണം. വേണ്ട ഒരുപാട് നൈസായിട്ട് പൊടിയണമെന്നൊന്നുമില്ല. ഇച്ചിരി ഇങ്ങനെ ഒരു കോഴ്സായിട്ട് ഇങ്ങനെ പൊടിഞ്ഞാൽ മതിയാവും. ഇത് നമുക്ക് നമ്മൾ രസം ഉണ്ടാക്കുന്ന പാത്രത്തിലോട്ട് ഇടാം. ഇപ്പൊ ഒരു പാത്രം അടുപ്പത്ത് വെക്കുക. അതിലോട്ട് നമ്മളുടെ പൊടിച്ചു വെച്ചിരിക്കുന്ന ഈ പൊടി അങ്ങ് ഇട്ട് കൊടുക്കുക. ഈ സെയിം ജാറിൽ തന്നെ ഒരു തക്കാളി ഒന്ന് അരച്ചെടുക്കാം. നിർബന്ധമൊന്നുമില്ല, ഞാൻ ചെയ്യാറുണ്ട് പെട്ടെന്ന് പുളി പിടിക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഒരു സൂത്രമാണ്. അല്ലെങ്കിൽ അരിഞ്ഞിട്ടാലും മതി. അപ്പം ഞാൻ ഒരു തക്കാളി ഈ സെയിം ജാറിൽ തന്നെ ഒന്ന് അരച്ചെടുക്കട്ടെ കേട്ടോ. ഇതാ തക്കാളി അരച്ചിട്ടുണ്ട്. ഇതും കൂടി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതിലത്തെ മുഴുവൻ തക്കാളി ഇതിലോട്ട് ഒഴിക്കണം. അപ്പോൾ ഒരു നല്ല കളറും കിട്ടും നമുക്ക് രസത്തിന്. നല്ല പഴുത്ത തക്കാളി ആണെങ്കിൽ കുറച്ചും കൂടെ നല്ലൊരു ഓറഞ്ചിഷ് കളർ കിട്ടും. ഇതിപ്പോൾ എത്ര നല്ല പഴുത്തിട്ടൊന്നുമില്ല തക്കാളി. ഇനി അതിലോട്ട് നിറയെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. കുറച്ചധികം നേരം കിടന്ന് രസം തിളച്ച് വറ്റണം. അപ്പോഴാണ് അതിലെല്ലാ മസാലകളും ഇതിലോട്ട് പിടിക്കുള്ളൂ. നമ്മുടെ മല്ലിപ്പൊടിയുടെയും മുളക് പൊടിയുടെയും പിന്നെ വെളുത്തുള്ളിയുടെയും ജീരകത്തിൻ്റെ ഒക്കെ ടേസ്റ്റ് ഇതിലോട്ട് പിടിക്കണമെങ്കിൽ കുറച്ചധികം സമയം തിളയ്ക്കണം. പിന്നെ നമ്മുടെ മല്ലി ഇല ഇട്ട് കൊടുക്കുക, കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക, തക്കാളി കഷ്ണങ്ങൾ, പുളിയൊക്കെ ഞാൻ പറഞ്ഞ പോലെ തന്നെ അതനുസരിച്ച് നിങ്ങൾക്ക് പുളി ചില ആൾക്കാർക്ക് നല്ല പുളിയുള്ള രസം വേണം, ചിലവർക്ക് പുളി കുറച്ചുള്ള രസം മതി. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തി കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ്, ആദ്യം ഉപ്പ് കുറച്ചിട്ടാൽ മതി, വേണമെങ്കിൽ പിന്നെ ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം തന്നെ ഉപ്പ് കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റൂല. അപ്പൊ ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് തിളയ്ക്കാൻ വിടുക. സമയം പിടിക്കുന്നതെല്ലാം തിളച്ച് ഇതെല്ലാം നന്നായിട്ട് യോജിച്ച് വരണമെങ്കിൽ വേറെ പണിയൊന്നുമില്ല. ഇത് നന്നായി തിളച്ച് ഒന്ന് കുറുകി വരുന്ന സമയത്ത് അരിച്ചിട്ട് ഇതിലോട്ട് താളിച്ചിട്ടാൽ മാത്രം മതി. രസം അപ്പോൾ റെഡിയാവും. ഇത്ര എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന രസമാണിത്. വീട്ടില്
ആര് വരികയാണെങ്കിലും പെട്ടെന്ന് അതിന് രസത്തിന്റെ പൊടിയുടെ ആവശ്യമൊന്നുമില്ല. ഇത് എൻ്റെ അമ്മയുടെ റെസിപ്പിയാണ്. എപ്പോഴും ഞാൻ ഇങ്ങനെ തന്നെ ഉണ്ടാക്കാറ്. നിങ്ങളിത് ഇട്ടിട്ട് എവിടെ വേണമെങ്കിലും പോയി എന്ത് വേണമെങ്കിലും ചെയ്യാം, ജോലിയൊക്കെ ചെയ്യാം. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് വന്ന് നോക്കി തിളച്ച് വരുമ്പോൾ ഒന്ന് ഇതിന്റെ ടേസ്റ്റ് ഒന്ന് നോക്കുക, ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കുക. പോരായൊക്കെ തോന്നണമെങ്കിൽ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. പക്ഷെ അവസാനമാണ് കറക്റ്റ് ആയിട്ട് നമുക്കതിന്റെ ശരിക്കും പറഞ്ഞാൽ രസമൊക്കെ കുറച്ച് ചൂടാറി കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ടുള്ള അതിന്റെ രുചി അറിയാൻ പറ്റുള്ളൂ. അപ്പൊ അത് തിളയ്ക്കാൻ വിടുക. കുറച്ച് കഴിഞ്ഞിട്ട് തിളച്ചിട്ട് നമുക്ക് നോക്കാം. നമ്മുടെ രസം നന്നായിട്ട് തിളച്ച് തുടങ്ങി. ഇനി ഒരു 10 മിനിറ്റും കൂടെ ഇത് ഇവിടുന്ന് തിളക്കട്ടെ. നമ്മുടെ രസം അവസാന ഘട്ടത്തിലോട്ട് കടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഞാൻ ടേസ്റ്റ് ഒക്കെ നോക്കി, എല്ലാ പാകത്തിനുണ്ട്, ഉപ്പും പുളിയും. അപ്പോ നിങ്ങൾക്ക് ഇപ്പൊ എരിവ് കുറവ് തോന്നുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് മുളക് പൊടി ഇടാം, അല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ കുരുമുളക് പൊടി ഇടാം. പിന്നെ പുളി വേണമെന്നുണ്ടെങ്കിൽ ഒരു തക്കാളിയും കൂടെ അരിഞ്ഞിടാം. അതൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് മാറ്റം വരുത്തണം. സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു രസമാണ്. നല്ല ടേസ്റ്റിയാണ്, എളുപ്പത്തിൽ ഉണ്ടാക്കാം. അപ്പൊ ഒരു 1 മണിക്ക് ചോറുണ്ടെങ്കിൽ 12 മണിക്ക് രസം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ 1 മണിയാകുമ്പോഴേക്കിനും നല്ല അടിപൊളിയായിട്ട് തണുത്തിട്ട് നല്ല ടേസ്റ്റോട് കൂടി കഴിക്കാം. അപ്പൊ വെള്ളം ഞാനൊരു 3 കപ്പ് വെള്ളമാണ് ഒഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ കുറച്ച് വറ്റിയിട്ടുണ്ട് ഇത്. അപ്പോൾ അതിനനുസരിച്ച് വെള്ളത്തിന്റെ നിങ്ങൾക്ക് എത്ര രസം വേണോ അതിനനുസരിച്ച് വെള്ളത്തിന്റെ അളവും നിങ്ങൾ മാറ്റം വരുത്തും. ഒരു 5 മിനിറ്റും കൂടെ. പിന്നെ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ മീഡിയം ഫ്ലെയിമിൽ വേണം ഇതൊക്കെ കുക്ക് ചെയ്യാൻ. ഹൈ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യരുത്. അപ്പൊ പെട്ടെന്ന് ഒരു സാധനം പറ്റും, പക്ഷെ നമ്മൾ വിചാരിച്ച അത്ര ടേസ്റ്റ് കിട്ടൂല. ഇപ്പൊ നമ്മൾ പറയാറില്ലേ സ്ലോ കുക്കിങ്ങിനാണ് കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതലെന്ന്. അപ്പോൾ ഒരുപാട് ചെറിയ തീയിലിടണ്ട, എന്നാൽ പോലും മീഡിയം തീയിലിട്ടിട്ട് വേണം ഇതൊക്കെ നമ്മൾ കുക്ക് ചെയ്യാൻ. നമ്മുടെ രസം അരിച്ചെടുക്കാം. ഒരു അരിപ്പയിലോട്ട് രസം ഒഴിച്ച് അരിക്കണം എന്നൊന്നുമില്ല കേട്ടോ, തെളിയെടുത്താലും മതി. പക്ഷെ ഞാനെപ്പോഴും അരിക്കും. എൻ്റെ പുത്രനെ ഇതിന്റെ വായയിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ പ്രശ്നം ഉണ്ടാക്കും. അതുകൊണ്ട് ഞാൻ എപ്പോഴും അരിച്ച് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഈ തക്കാളിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അരിച്ചതിന് ശേഷം ഈ തക്കാളി അതിലേക്ക് തിരിച്ചിടാം കേട്ടോ, തക്കാളി കഴിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ. ചില ആൾക്കാർക്ക് ഈ തക്കാളി കടിക്കാൻ ഇഷ്ടമുണ്ടാവും. അപ്പൊ അങ്ങനെ വെച്ചാൽ ഈ തക്കാളിയുടെ കഷ്ണം അരിക്കിനേക്കാളും മുന്നായിട്ടൊന്ന് മാറ്റി വെച്ചിട്ട് രസത്തിലോട്ട് ഇട്ടാൽ മതി. ഇപ്പൊ ഞാൻ എല്ലാം കൂടി കണ്ടിട്ട് നന്നായി പ്രസ് ചെയ്ത് ഇത് അരിച്ച് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇതില് വേണമെങ്കിൽ കുറച്ച് ക്രഷ്ഡ് കുരുമുളക് ചേർക്കാം. അതായത് കുരുമുളക് ഒന്ന് ചതച്ചിട്ടൊന്ന് ഇട്ട് കൊടുത്താൽ കുറച്ചും കൂടെ സ്വാദ് കിട്ടും. ലാസ്റ്റായിട്ട് നമുക്കത് വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാം. ഇപ്പൊ ഇതിലിപ്പോ അത്യാവശ്യം എരിവൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് എരിവ് കുറവ് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. ഇത് നമുക്കൊന്ന് ഈ കടുക് താളിക്കണം ഇതിലോട്ട്. രസം താളിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ സോസ് പാൻ വെച്ച് അതിൽ കുറച്ച് എണ്ണ ഒഴിക്കുക. 1-2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക. അത് ചൂടാവുന്ന സമയത്ത് നമ്മൾ വറ്റൽമുളകും കടുകും കറിവേപ്പിലയും പൊട്ടിക്കുക. പിന്നെ ഉലുവപ്പൊടി, കുറച്ച് കായപ്പൊടി ഇടുക. കായപ്പൊടി ഇട്ട് കൊടുത്തു. ഒരു നുള്ളു പാടുള്ളൂ, അല്ലെങ്കിൽ നല്ല കഴിപ്പ് വരും. തരി ഉലുവപ്പൊടി കൂടെ ഇട്ട് കൊടുത്തിട്ട് അതങ്ങോട്ട് നമ്മുടെ രസത്തിലോട്ട് അങ്ങോട്ട് ഒഴിക്കുക. ഇതിൽ കുറച്ച് രസം ഒഴിച്ചിട്ടൊന്ന് തിരിച്ചു വെച്ചോളൂ കേട്ടോ. 1-2 മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് വേറെ പാത്രത്തിലോട്ട് മാറ്റാം. അപ്പൊ നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ള പക്ഷെ ടേസ്റ്റി ആയിട്ടുള്ള നാടൻ രസം റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പമല്ലേ ഇത് ഉണ്ടാക്കാൻ. പിന്നെ നിങ്ങൾക്ക് ഇതിൽ വേണമെങ്കിൽ കുറച്ചും കൂടെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് മല്ലിയുടെ ഇല ഇടാട്ടോ. അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച്. മല്ലിയുടെ ഇല ഇട്ട കുറച്ച് ഒരു ടേസ്റ്റ് ഉണ്ടാവും. ഒരു പച്ച മല്ലിയുടെ ഇല ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി രസം റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോ തന്നെ കുടിക്കാനും നല്ല ടേസ്റ്റാണ്, വയറിനൊക്കെ ഏറ്റവും നല്ലതാണ്. ഈ പനിയൊക്കെ വന്നിരിക്കുന്ന സമയത്ത് രസം കൂട്ടി ചോറുണ്ണാൻ നല്ല ടേസ്റ്റ് അല്ലേ. അപ്പൊ എല്ലാവരും സിമ്പിൾ ആയിട്ടുള്ള ഈ രസം ട്രൈ ചെയ്ത് നോക്കണം. മറ്റെന്തായാലും പറയാം, ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കേട്ടോ അഭിപ്രായം എന്നോട് പറയാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യണം, എനിക്ക് മെസ്സേജ് അയക്കണം. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ടേക്ക് കെയർ, ബൈ ബൈ.